ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മശതാബ്ദി സ്മാരക മന്ദിരമായി നൈർമല്യത തൂകുന്ന കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ നെയ്യശ്ശേരിയിൽ സ്ഥാപിതമായ സരസ്വതി ക്ഷേത്രമാണ് SNCM LP സ്കൂൾ. 7 പതിറ്റാണ്ടിന്റെ വിജയഗാഥയുമായി ജൈത്രയാത്ര തുടരുന്ന ഈ അക്ഷരനികേതത്തിന്റെ 70ാമത് വാർഷികാഘോഷ ദിനത്തിൽ അവതരിപ്പിക്കുന്ന വാർഷിക റിപ്പോർട്ട്. മാനേജ്മെന്റ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ ആദർശങ്ങളുടെ സമ്പൂർണ്ണ സമർപ്പണത്തിനായി സദാ പ്രവർത്തിക്കുന്ന 233 നമ്പർ SNDP യോഗം കരിമണ്ണൂർ ശാഖയാണ് ഈ വിദ്യാലയത്തിന്റെ മാനേജ്മെന്റ്. അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും പിന്തുണയും നൽകുന്നത് തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസും സമഗ്ര ശിക്ഷ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ കരിമണ്ണൂരുമാണ്. തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ശ്രീമതി ബിന്ദു കെ, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ശ്രീ മനോജ് TP, BRC കോർഡിനേറ്റർ ശ്രീമതി സിൻഡോ ജോസഫ്, CRC കോർഡിനേറ്റർ ശ്രീമതി നീതുമോൾ ബേബി എന്നിവർ ഈ അക്ഷരനികേതത്തോട് ഒപ്പം ചേർന്ന് നിൽക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. പ്രവേശനോത്സവം. നിറഞ്ഞ പാൽപുഞ്ചിരികളോടെ നമ്മുടെ വിദ്യാലയത്തിന്റെ പടി കടന്നെത്തിയ കുഞ്ഞുമക്കൾ തന്നെയാണ് ഈ വിദ്യാലയത്തിന്റെ യശസ്സും അഭിമാനവും. ഈ അക്കാദമിക വർഷം കൂടുതൽ മികവുറ്റതാക്കാൻ ഉതകുന്ന കർമ്മ പദ്ധതികളുമായി ജൂൺ 3 പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ പാഠ്യേതര പ്രവർത്തന പദ്ധതികൾക്ക് പ്രാരംഭം കുറിച്ചു. സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്. ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി കണ്ടുകൊണ്ട് അക്കാദമികവും അനക്കാദമികവുമായ മേഖലകളിൽ ഓരോ കുട്ടിയെയും മികച്ച പൗരന്മാരാക്കി മാറ്റുന്നതിനുള്ള ഈ വിദ്യാലയ യാത്രയിൽ 2024-25 അക്കാദമിക വർഷം ഈ വിദ്യാലയത്തിന്റെ നെടുംതൂണുകളായി നിന്ന PTA, MPTA അംഗങ്ങളുടെ സേവനം അവിസ്മരണീയമാണ്. 2024 ജൂൺ 25 നടന്ന ജനറൽ PTAയിൽ ശ്രീ ജിതേഷ് ഗോപാലൻ PTA പ്രസിഡന്റായും ശ്രീമതി വിജി സാജു MPTA ചെയർപേഴ്സണായും 11 അംഗങ്ങൾ വീതമുള്ള കമ്മിറ്റി നിലവിൽ വന്നു. ഈ വർഷത്തെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശന കർമ്മം PTA പ്രസിഡന്റ് ശ്രീ ജിതേഷ് ഗോപാലൻ അന്നേ ദിവസം നിർവഹിച്ചു. സ്കൂൾ കാർഷിക മേഖലയിലും മറ്റു മേഖലകളിലും PTA അംഗങ്ങളുടെ നിസ്തുല്യവും നിസ്വാർത്ഥവുമായ സേവന പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി സ്മരിക്കുകയാണ്. ദിനാചരണങ്ങൾ കേവലം അക്ഷരപഠനത്തിനപ്പുറം നമ്മുടെ വിദ്യാലയങ്ങളോട് ചേർന്ന് നിന്ന് അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതിയെ ചേർത്തു നിർത്തി
പഠന പ്രവർത്തനങ്ങളെ രസകരമായി കുട്ടികൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ പരിസ്ഥിതി ദിനം, വായനാ മാസാചരണം, ബഷീർ ദിനം, സ്വാതന്ത്ര്യദിനം, രക്തദാന ദിനം, ബാലവേല വിരുദ്ധ ദിനം, അന്താരാഷ്ട്ര കൈകഴുകൽ ദിനം, കേരള പിറവി ദിനം, ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം, മില്ലറ്റ് ഡേ, യോഗാ ദിനം തുടങ്ങിയ വിവിധ ദിനാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു.
വർദ്ധിക്കും എന്നുള്ളതിനാൽ പഠന പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന വിവിധ ഫീൽഡ് ട്രിപ്പുകൾ സംഘടിപ്പിച്ചു. തൊമ്മൻകുത്ത് പുഴ, തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം, നെയ്യശ്ശേരിക്കുളം, പോസ്റ്റ് ഓഫീസ്, പന്നൂർ പാടശേഖരം, ISRO എക്സിബിഷൻ എന്നിവ കുട്ടികൾക്ക് അറിവും അനുഭൂതിയും നൽകി. ഈ വർഷം നടത്തിയ വിനോദയാത്രയുടെ ഭാഗമായി വാഗമൺ, ഇലവീഴ പൂഞ്ചിറ, മലങ്കര ഡാം എന്നിവിടങ്ങൾ സന്ദർശിച്ചു. കൂടാതെ PTA അംഗങ്ങൾക്കായി തൃശൂർ, പീച്ചി ഡാം, മലമ്പുഴ ഡാം എന്നിവിടങ്ങളിലേക്കും വിനോദയാത്ര സംഘടിപ്പിച്ചു. ജനാധിപത്യ സംവിധാനങ്ങളുടെ പ്രാധാന്യവും മഹത്വവും തിരിച്ചറിയുന്നതിനായി സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ഈ വർഷവും ഡിജിറ്റലായി നടത്തി. നോമിനേഷൻ സമർപ്പണം, ഇലക്ഷൻ പ്രചരണം, വോട്ടെണ്ണൽ, വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള പോളിംഗ് നടപടികൾ എന്നിവ കുട്ടികൾക്ക് ആവേശം നൽകി. കുമാരി ക്രിസ്ലിൻ അനിലാണ് ഈ വർഷം സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴിയരികില് വാക്കേറ്റം, പൊട്ടിനു വേണ്ടി നെട്ടോട്ടം. ഇരു കൈകൂപ്പി ചിരിശി കാട്ടി വരുമെല്ലാരും, ഇടതായാലും വലതായാലും ഒരുപോലല്ലേ. വരി നിന്നിട്ടോ ജനമൊന്നായി വിധിയേകുന്നു, ഫലമെണ്ണുമ്പോൾ അതിലൊന്നാമൻ ജനരാജാവ്. സടകുടകണ നേതാവ്.
നേതാവ് നമ്മുടെ സ്വന്തം നേതാവ് ജനനിരയുടെ പൊന്നാവ് മാറ്റിമറിക്കണ ദുനിയാവ് ചുവരെഴുതിയ മുന്നേറ്റം മുന്നണി തമ്മിൽ ഹരിതമുകുളം അവാർഡ് നമ്മുടെ വിദ്യാലയത്തിന്റെയും കുട്ടികളുടെയും അധ്യാപകരുടെയും സാമൂഹികമായ ഇടപെടലുകൾക്കും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും അംഗീകാരമായി തുടർച്ചയായ 3-ാം വർഷവും മാതൃഭൂമി നൽകുന്ന ഹരിതമുകുളം അവാർഡിന് നമ്മുടെ വിദ്യാലയം അർഹമായി. തൊടുപുഴ ഉപജില്ലയിലെ നിരവധി സ്കൂളുകളോട് മത്സരിച്ച് നമ്മുടെ കുട്ടികൾ നേടിയ ഈ അംഗീകാരത്തിന് അവരെ പ്രശംസിക്കാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. കുട്ടികളുടെ പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി നമ്മുടെ വിദ്യാലയത്തിൽ നടത്തിവരുന്ന ക്വിസ് ഓഫ് ദ ഡേ പദ്ധതിയുടെ സീസൺ 3 ഈ വർഷവും നാം നടപ്പിലാക്കി. ഈ വർഷത്തെ ക്വിസ് ഓഫ് ദ ഡേ മെഗാ വിന്നർ 5ാം സ്റ്റാൻഡേർഡിലെ ക്രിസ്ലിൻ അനിലാണ്. കൂടാതെ ഈ വർഷം ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ മുഴുവൻ പരിപാടികൾക്കും ഫസ്റ്റും സെക്കൻഡും നേടിയ കുട്ടികൾക്ക് ട്രോഫി വിതരണം ചെയ്തു. കാർഷിക പ്രവർത്തനങ്ങൾ. കൃഷി ഒരു സംസ്കാരമായി മാറുന്നതിനും നാം ആഹരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ അറിയുന്നതിനും മണ്ണിനോട് മല്ലടിക്കുന്ന കർഷകനില്ലെങ്കിൽ നാമില്ലെന്നും കുട്ടികൾ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തിൽ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ കാർഷിക വൃത്തികളിൽ പങ്കാളികളായി. സ്കൂൾ പച്ചക്കറിത്തോട്ടം, കുഞ്ഞിക്കൈകളിൽ കുഞ്ഞിത്തൈ, പഴയ കതിർ പുതിയ കൈകളിൽ, കൊയ്ത്തുത്സവം, വിളവെടുപ്പ് ഉത്സവം എന്നിങ്ങനെ വിവിധ കാർഷിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ഗണിത, സാമൂഹ്യ ശാസ്ത്ര മേളകൾ. കുഞ്ഞു മനസ്സുകളിൽ അന്തർലീനമായി കിടക്കുന്ന ശാസ്ത്ര, ഗണിത, സാമൂഹ്യ ശാസ്ത്ര നൈപുണികളെ സമയാസമയം വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകി പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കല്ലാനിക്കൽ സ്കൂളിൽ നടന്ന ശാസ്ത്രമേളകളിലും
കരിമണ്ണൂർ സ്കൂളിൽ നടന്ന കലോത്സവത്തിലും കുട്ടികളെ പങ്കെടുപ്പിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കി. എൻഡോമെന്റുകൾ. ഈ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശ്രീ പി നാരായണൻ സാറിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ എൻഡോമെന്റിലും മുൻ ഹെഡ് മിസ്ട്രസ് ജഗദമ്മൻ ടീച്ചർ ഏർപ്പെടുത്തിയ എൻഡോമെന്റിലും റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ PS ശങ്കരൻ സാറിന്റെ അമ്മ പാലിയത്ത് മാധവി കുട്ടപ്പൻ മെമ്മോറിയൽ എൻഡോമെന്റിലും സുവർണ ജൂബിലി സ്മാരക എൻഡോമെന്റിനും അർഹരായ കുട്ടികൾ. സ്റ്റാൻഡേർഡ് 5 ക്രിസ്ലിൻ അനിൽ ആൻഡ് രംഗന അനീഷ്. സ്റ്റാൻഡേർഡ് 4 വേദ സുധൻ ആൻഡ് ധ്യാൻ വിഷ്ണു. സ്റ്റാൻഡേർഡ് 3 നബീസത്തുൽ മിസ്രിയ ആൻഡ് മുഹമ്മദ് അമീൻ. സ്റ്റാൻഡേർഡ് 2 സൽമാനുൽ ഫാരസി ആൻഡ് ശിവാനി കൃഷ്ണ PK. സ്റ്റാൻഡേർഡ് 1 മുഹമ്മദ് ലുക്മാനുൽ ഹക്കീം ആൻഡ് ശ്രവ്യ അനീഷ്. UKG നീരവ് M ആൻഡ് അനയ അനു. LKG സൻഹ ഫാത്തിമ ആൻഡ് അക്ഷരിയ ബിനു. മികച്ച വിജയം നേടി എൻഡോമെന്റിന് അർഹരായ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും എന്റെ 1000 അഭിനന്ദനങ്ങൾ നേരുന്നു. തനതു പ്രവർത്തനങ്ങൾ. ഓരോ കുട്ടിയുടെയും സമഗ്ര വികസനമാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ലക്ഷ്യപൂർത്തീകരണത്തിനായി നമ്മുടെ വിദ്യാലയത്തിൻ്റെതായ നിരവധി തനതു പ്രവർത്തനങ്ങൾ ഈ വർഷം ഏറ്റെടുത്ത് നടത്താനായി. എവറി ഫ്രൈഡേ 5 rupees ചലഞ്ച്, രക്ഷിതാക്കൾക്കായി കാർഷിക ക്വിസ്, നെയ്യശ്ശേരിയിൽ നിന്നും മുളപ്പുറത്തേക്ക് പ്രകൃതി സംരക്ഷണ യാത്ര, മഴമാപിനി നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം, മഴ കൊയ്ത്തുത്സവം, ജലപരിശോധന ക്യാമ്പ്, ഫുഡ് ഫെസ്റ്റ്, ഈ വേസ്റ്റിനോട് ഇൻഗുലാബ് ക്യാമ്പയിൻ എന്നീ തനത് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിലൂടെ ഓരോ കുട്ടിക്കും നിരവധി മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്താനും അതിലൂടെ സമൂഹ നന്മയെ ലക്ഷ്യം കാണാനും സാധിച്ചു. പരിപോഷണ പരിപാടികൾ. 1-2 ക്ലാസുകളിലെ കുട്ടികളുടെ എഴുത്തും വായനയും മികവുറ്റതാക്കാൻ സംയുക്ത ഡയറി എഴുതൽ പദ്ധതിയും ക്ലാസ് പത്ര നിർമ്മാണവും ലൗഡ് റീഡിംഗ് പദ്ധതിയും നടത്തിവരുന്നു. ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് ആരംഭിച്ച ഇംഗ്ലീഷ് തിയേറ്റർ ക്യാമ്പ് ഈ വർഷവും തുടർന്നു പോരുന്നു. ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ഇംഗ്ലീഷ് തിയേറ്റർ ക്യാമ്പിൽ കുട്ടികൾ ഉത്സാഹത്തോടെയും ആവേശത്തോടെയും പങ്കെടുക്കുന്നു. പ്രീ പ്രൈമറി. അടിത്തറയില്ലാത്ത ബിൽഡിംഗ് സുരക്ഷിതമല്ലാത്തതുപോലെ പഠന പ്രവർത്തനങ്ങളിൽ അടിത്തറ എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. കൃത്യമായ ഇടപെടലിലൂടെ ഓരോ കുട്ടിയെയും മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് നമ്മുടെ പ്രീ പ്രൈമറി അധ്യാപിക സ്മിത ടീച്ചറിന്റെ ഇടപെടലുകൾ സ്തുത്യർഹമാണ്. സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രീ പ്രൈമറി ക്ലാസ്സിൽ 24 കുട്ടികൾ പഠിക്കുന്നു. സ്പോൺസറിംഗ്. ഈ അക്കാദമിക വർഷം കുട്ടികളുടെ വായന മെച്ചപ്പെടുത്തുന്നതിനായി ദേശാഭിമാനി മാധ്യമം പത്രങ്ങൾ നമ്മുടെ സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിനായി 2 സൈക്കിളുകൾ നടക്കനാൽ കുടുംബയോഗവും മിന്നൽ സൈക്കിളും ചേർന്ന് നമുക്ക് നൽകി. സ്കൂളിൽ നടക്കുന്ന വിവിധ മത്സരങ്ങൾക്കും മറ്റും സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത പൂർവ്വ വിദ്യാർത്ഥികൾ, അതോടൊപ്പം മനസാ വാച കർമ്മണ ഈ വിദ്യാലയ വളർച്ചയിൽ ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അക്കാദമിക വർഷം ഈ വിദ്യാലയ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർത്ത ഒരു വർഷമാകുമെന്നതിൽ സന്ദേഹമില്ല.
ഇവിടെ എത്തിച്ചേർന്ന ഓരോ കുട്ടിക്കും മികച്ച പഠനാനുഭവങ്ങൾ നൽകുന്നതോടൊപ്പം വീടിനും നാടിനും നന്മ സമ്മാനിക്കുന്ന ഉത്തമ പൗരന്മാരാക്കി മാറ്റാനുള്ള ഇടപെടലുകൾ കൂടി നടത്തി എന്നതിൽ അഭിമാനിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് നിന്ന ഈ വിദ്യാലയത്തിന്റെ നെടും തൂണുകളായ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നല്ലവരായ നാട്ടുകാർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, സ്കൂളിൽ നടക്കുന്ന വിവിധ മത്സരങ്ങൾക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ വിദ്യാലയ യാത്രയിൽ നിങ്ങളുടെ സഹകരണവും ഉപദേശങ്ങളും നല്ല വാക്കുകളും പ്രതീക്ഷിച്ച് റിപ്പോർട്ട് ഈ സമ്മേളന സമക്ഷം സമർപ്പിക്കുന്നു.